PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് അടുത്തിടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിലെ വിവരങ്ങളാണ്. അതിലെ ഇന്ത്യൻ ഭരണഘടന എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിലവിലെ മുഖ്യധാര റാങ്ക് ഫയലുകളിലൊന്നും ഇല്ലാത്ത പുതിയ കുറേ പ്രസ്താവനകൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ മാത്രമല്ല, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ കുറേ വ്യത്യസ്തമായ പ്രസ്താവനകളുണ്ട്. പിന്നെ ധനതത്വശാസ്ത്രം, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, ഇതിലെല്ലാം നമ്മുടെ പുതിയതായിട്ടുള്ള കുറേ പ്രസ്താവനകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ കുറേ പുതിയ പോയിന്റുകളൊക്കെ റാങ്ക് ഫെയിൽ ഇല്ലാത്തത് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആ പ്രസ്താവന ശൈലി നിങ്ങൾക്ക് മനസ്സിലാവും. റാങ്ക് ഫെയിലുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ അല്ല ഇത് പ്രസ്താവന വരുന്നത്. ഇത് നിങ്ങൾ ഈ പ്രസ്താവനകളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഓരോ പോയിന്റായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ആ ശൈലി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിലുള്ള മിക്ക ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ എടുക്കേണ്ടതുണ്ട് പരീക്ഷയ്ക്ക് മുമ്പ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രാവിലെ 5 മണിക്കും വൈകിട്ട് 7 മണിക്കും രാത്രി 8 മണിക്കുമാണ്. ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ ടൈമിലും പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നിർബന്ധമായും നിങ്ങളുടെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിടുക. കാരണം അതിന് നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ കിട്ടുന്നതിന് വേണ്ടി ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ശരിക്കും ഫ്രഷ് ആയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഭരണഘടനയല്ല. അത് പല രാജ്യങ്ങളുടെയും നല്ല ആശയങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ പല രാജ്യങ്ങളുടെയും ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ അതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല നിയമങ്ങളിലെയും നല്ല വശങ്ങൾ, ഉദാഹരണത്തിന് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, അത്തരത്തിലുള്ള ആക്ടുകളിൽ നിന്നൊക്കെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഒക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് കടമെടുത്ത ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങളിതിനെ നോക്കിക്കാണേണ്ടത് ഒരു പോയിന്റ് എന്നതിലുപരി ഇത് നാളെ ഒരു പ്രസ്താവനയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രത്തലവന്, അതായത് നമ്മുടെ പ്രസിഡന്റിന് നാമമാത്ര അധികാരം, പേരിന് മാത്രമുള്ള ഒരു അധികാരം മാത്രമേ ഉള്ളൂ അല്ലേ. ചില ഫയലുകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുക അല്ലെ, കുറച്ച് നാളത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യാം, അങ്ങനെയുള്ള അധികാരങ്ങളൊക്കെ ഉള്ളൂ അല്ലെ. നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തലവിന് ഇത്തരത്തിലുള്ള നാമമാത്ര അധികാരം എന്നൊരാശയം ഇന്ത്യ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് അല്ലെ. ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ ആശയമാണ് ഈ പ്രസിഡന്റിന് ഒരു അത്യാവശ്യം കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി അല്ലെ, അത്യാവശ്യം ചുമതലകൾ മാത്രം കൊടുത്താൽ മതി എന്നുള്ളൊരു ഐഡിയ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്ന്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഫെഡറൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ സംബന്ധമായ വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എന്താണ് ഫെഡറൽ ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ എടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പാർലമെന്റിന്റെ അധോസഭ മീൻസ് ലോകസഭ എന്നാണ്. പാർലമെന്റിന്റെ ലോകസഭയിൽ അംഗത്വമുള്ളയാൾ പ്രധാനമന്ത്രിയാവുക എന്ന പാരമ്പര്യം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തെ മാതൃകയാക്കിയാണ്? അത് ബ്രിട്ടനാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലോകസഭയിലെ അംഗമാണ് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാകുന്നത് അല്ലെ. അപ്പോൾ ലോകസഭ ഇലക്ഷൻ വരാൻ പോവാണ്. കേരളത്തിൽ നിന്നും 20 സീറ്റാണ് ലോകസഭയിലേക്കുള്ളത്. 20 പേര് മത്സരിക്കും പല പാർട്ടികളുടെ. ഇതിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകസഭയിലേക്ക് എത്തിപ്പെടുന്നവരുടെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രിയാകുന്നത്. അതായത് ലോകസഭയിൽ അല്ലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ലോകസഭാ മെമ്പർമാരിൽ നിന്നായിരിക്കും ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സിസ്റ്റം എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ എന്താണ് പ്രസിഡന്റിന് നാമമാത്ര അധികാരം, അത് ബ്രിട്ടനിൽ നിന്നാണ്. അതേപോലെ ലോകസഭയിൽ നിന്നും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതി അല്ലെ പാരമ്പര്യം, അതും ബ്രിട്ടനിൽ നിന്നാണ്. ഇനി ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തോടാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തോടാണ്. അതേപോലെ ഇന്ത്യയിലെ കമ്മിറ്റി സമ്പ്രദായത്തിന് സാദൃശ്യം ബ്രിട്ടനോടാണ്. അപ്പോൾ പ്രസിഡന്റിന് നാമമാത്ര അധികാരം എന്ന ആശയം, അതുപോലെ തന്നെ നമ്മുടെ ലോകസഭയിൽ നിന്നും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം, അതേപോലെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യമുള്ളത് ബ്രിട്ടൻ എന്ന രാജ്യത്തോടാണ്. ഇന്ത്യയിലെ കമ്മിറ്റി സമ്പ്രദായത്തിന് സാദൃശ്യമുള്ളത് ബ്രിട്ടനോടാണ്. അതുപോലെ കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലെ, കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്.
അതേപോലെ ക്യാബിനറ്റ് യോഗത്തിൽ, ഒരു മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ഒരു ആശയം ഇന്ത്യ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ എന്തൊക്കെ രാജ്യങ്ങളാണ് പ്രസിഡന്റിന് നാമമാത്രമായ അധികാരം എന്ന ആശയം എടുത്തിട്ടുണ്ട്? അല്ലെ, ലോകസഭയിൽ നിന്നും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന പാരമ്പര്യം അത് ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ബ്രിട്ടനോടാണ്, കമ്മിറ്റി സമ്പ്രദായത്തിന് സാദൃശ്യം ബ്രിട്ടനോടാണ്, കൂട്ടുത്തരവാദിത്തത്തിന്റെ തത്വങ്ങൾ എടുത്തിട്ടുള്ള ബ്രിട്ടനിൽ നിന്നാണ്, ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന സിസ്റ്റം എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്, ദ്വിമണ്ഡല പാർലമെന്റ് അല്ലെ, ലോകസഭ രാജ്യസഭ അല്ലെ എന്ന ആശയത്തിന് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനോടാണ് അല്ലെ. അപ്പോൾ ബ്രിട്ടനോട് എന്തൊക്കെ കാര്യങ്ങൾ കടം കൊണ്ടെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കിട്ടാത്തവരെ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ബ്രിട്ടൻ എന്ന് എഴുതുക, അതിനകത്ത് ആശയങ്ങൾ ചുരുക്കി എഴുതുക. ഇപ്പോൾ ബ്രിട്ടൻ എന്ന് എഴുതിയിട്ട് പ്രസിഡന്റ് നാമമാത്ര അധികാരം അല്ലെ, അങ്ങനെ ചുരുക്കി എഴുതി അത് റിഫ്രഷ് ചെയ്യാൻ നോക്കുക. അടുത്തൊരു പോയിന്റ്, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അല്ലെ. ഇതൊക്കെ നാളെ ഇപ്പം ഇങ്ങനെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷേ ഇതൊരു പ്രസ്താവന രൂപത്തിൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം നമ്മളിത് ചിലപ്പോൾ ഓർക്കണമെന്നില്ല. അതുകൊണ്ട് ഇത് നാളെ ഒരു പ്രസ്താവനയായി വന്നേക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ വേണം ഓരോ പോയിന്റും പഠിക്കാൻ. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും പുതിയ ആൾക്കാരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രത്യേകിച്ച് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ പരോക്ഷമായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ ആശയങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഈ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം 28 സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള തനത് ശൈലിയിൽ ഭരണഘടനാ പ്രകാരം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അതായത് ഓരോ സംസ്ഥാനത്തിനും കുറെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ആ ഫ്രീഡമാണ് ഫെഡറൽ സംവിധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ യൂണിയനിൽ നിൽക്കുകയാണെങ്കിലും, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഒറ്റയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും ഓരോ സംസ്ഥാനത്തിനും പ്രത്യേകം അവർക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഫെഡറൽ സംവിധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം അത് ബ്രിട്ടനോടാണ്. ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ബ്രിട്ടനോടാണ്. പ്രസിഡന്റിന് നാമമാത്രമായ അധികാരം, അതേപോലെ പ്രധാനമന്ത്രിയെ ലോകസഭയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി പദവിക്ക് സാദൃശ്യം ബ്രിട്ടനോടാണ്, കമ്മിറ്റി സമ്പ്രദായത്തിന് സാദൃശ്യം ബ്രിട്ടനോടാണ്, കൂട്ടുത്തരവാദിത്തത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ്, അതേപോലെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന രീതി ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതേപോലെ നമ്മുടെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനം ബ്രിട്ടനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ബുക്കിലേക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഇന്ത്യയിലെ ക്യാബിനറ്റ് സമ്പ്രദായം രൂപം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, അതേപോലെ റിട്ട് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. ആ റിട്ട് എന്ന് പറയുന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ട് ബ്രിട്ടനിൽ നിന്നാണ്. അതേപോലെ ഏകപൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ട്, ഏകപൗരത്വം ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയ്ക്ക് നൽകിയിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. നമുക്കറിയാം ലോകസഭയ്ക്കാണ് പവർ കൂടുതൽ. ആ ഒരു ആശയവും എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നതും ബ്രിട്ടനെയാണ്. നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നതും ബ്രിട്ടനെയാണ്. നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ബ്രിട്ടനെ മാതൃകയാക്കിയാണ്. നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ബ്രിട്ടനെ മാതൃകയാക്കിയാണ്. നിയമവാഴ്ച അല്ലെ, റൂൾ ഓഫ് ലോ എന്ന ആശയം അല്ലെ, റൂൾ ഓഫ് ലോ എന്ന ആശയം, നിയമവാഴ്ചയുടെ ആശയത്തിന് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ബ്രിട്ടനെയാണ്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. പിന്നെ അടുത്ത് പറയുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണെന്നാണ്. അത് USA മാതൃകയിലാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഒരു പുതിയൊരു നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ നിയമം അത് ഭരണഘടന അനുസരിച്ചിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. അത് ഭരണഘടനയ്ക്ക് അനുസൃതമാണെങ്കിൽ സുപ്രീം കോടതി അംഗീകരിക്കും, അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം എടുത്തിട്ടുള്ളത് നമ്മുടെ USA ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആശയം അല്ലെ, അത് USA ആണ് കേട്ടോ, USA. അപ്പോൾ നിങ്ങളൊരു ബുക്കിലേക്ക് അത്
അത് നോട്ട് ചെയ്യണം. അടുത്തത് നമുക്ക് ചില മൗലികാവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ആ മൗലികാവകാശങ്ങൾ എന്ന ആശയം എടുത്തിട്ടുള്ളത് USA നിന്നാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ PSC പബ്ലിക് സർവീസ് കമ്മീഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന് കടം കൊണ്ട ആശയമാണ്? അതായത് നമ്മുടെ രാജ്യത്ത് PSC അതേപോലെ UPSC ഒക്കെ രൂപീകരിച്ചു വെച്ചിരിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയമാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് വേണേൽ ചോദിക്കാവുന്നൊരു പോയിന്റ് ആണല്ലോ. കാരണം നമ്മൾ PSC പരീക്ഷ എഴുതുന്നവരാണ്, വേണമെങ്കിൽ ചോദിക്കാം PSC എന്നൊരു ആശയം ഏത് രാജ്യത്ത് നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് അല്ലെ. അത് നമുക്ക് ചോദിക്കാവുന്നൊരു പോയിന്റാണ്. അപ്പോൾ അതേതാണ്? ബ്രിട്ടൻ എന്ന രാജ്യത്തിൽ നിന്നാണ് ആ ഒരു ആശയം കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് ഈ ചാനൽ. ഞാൻ അതേപോലെ റിസ്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുമ്പോൾ അത്രത്തോളം ആൾക്കാർക്ക് ഇത് പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഞാനെടുത്തൊരു എഫർട്ട് ശരിക്കും പ്രയോജനപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പലരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്കൊരു ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത്, പ്രസിഡന്റ് എന്ന പേരാണ് രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത് ഏത് രാജ്യത്തെ അനുകരിച്ചാണെന്നാണ്? അത് USA ആണ്. അപ്പോൾ USA ഇപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. മൗലികാവകാശങ്ങൾ 3 കാര്യങ്ങൾ, അതേപോലെ സുപ്രീം കോടതിക്ക് അല്ലെ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അവകാശവും അതേപോലെ മൗലികാവകാശങ്ങളും. ഇപ്പോൾ പറയാണ് പ്രസിഡന്റ്, നമ്മുടെ രാഷ്ട്രത്തലവനെ നമ്മൾ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. ആ പ്രസിഡന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത് ഏത് രാജ്യത്തെ അനുകരിച്ചാണെന്ന്? അത് USA അനുകരിച്ചിട്ടാണ്. അതേപോലെ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഭരണഘടന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എഴുതപ്പെട്ട ഒരു ഭരണഘടനയുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ വീട്ടിലുണ്ടായിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. മസ്റ്റായിട്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കേണ്ട ഒന്നാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് USA-യോടാണ്. അതായത് അമേരിക്കയോടാണ് എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് USA-യോടാണ്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, ഇത് എന്ന് പറയുന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നാണ് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ. ഇത് ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ടൊരു പോയിന്റാണ്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ എന്ന ആശയം USA-യിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് സംശയം വരാൻ സാധ്യത ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നു. അതായത് നിയമത്തിന് മുന്നിൽ തുല്യത, ഇതുമായിട്ട് സാമ്യമുണ്ട്. അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഞാനതിൻ്റെ ഇംഗ്ലീഷ് പറയാം, അപ്പം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാകും. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന ആശയം എടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, പ്രൊട്ടക്ഷൻ, തുല്യ നിയമ പരിരക്ഷ, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, അതായത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന ആശയം എടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും. അതേപോലെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. രണ്ടും തമ്മിൽ അതിൻ്റെ ചില കൺഫ്യൂഷൻ ഉണ്ടാവും, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, പ്രൊട്ടക്ഷൻ, പരിരക്ഷ എന്ന് വരുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ, അത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ വേണമെങ്കിൽ ഇച്ചിരി കടന്നു കയറിയുള്ളൊരു പ്രസ്താവനയാണത്. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഒന്ന് ടഫാക്കണമെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്തിട്ടാൽ ടഫാവും, ഇതറിയാൻ പാടില്ലാത്തവർക്ക്. അടുത്ത ഒരു ഇത് നോക്കാം. സായുധ സേനകളുടെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് USA-യിൽ നിന്നാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ സായുധ സേനകളുടെ പരമോന്നത മേധാവി എന്ന് പറയുന്നത് പ്രസിഡന്റാണ് അല്ലെ. പ്രസിഡന്റാണ് നമ്മുടെ സായുധ സേനകളുടെ അധിപൻ എന്ന് പറയുന്നത്. നമ്മുടെ സായുധ സേന, നമ്മുടെ ഫോഴ്സ് ഉണ്ടല്ലോ, ഇപ്പം എയർഫോഴ്സ് ആണെങ്കിൽ എയർഫോഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ നേവി,
ഇങ്ങനെയുള്ള സായുധ സേനകളൊക്കെ ഉണ്ടല്ലോ, ആ സേനകളുടെ എല്ലാം പരമോന്നത മേധാവി എന്ന് പറയുന്നത് പ്രസിഡന്റാണ്. അങ്ങനെ പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഇത് USA ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് അങ്ങനെ ഒരു ആശയം നമ്മുടെ ഭരണഘടന കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ USA എന്ന് പറയുന്നതിൽ നിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും അല്ലെ. സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്, പിന്നെ എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ എടുത്തിട്ടുണ്ട്, പിന്നെ പ്രസിഡന്റ് എന്ന പേര് എടുത്തിട്ടുണ്ട് അല്ലെ, പിന്നെ സായുധ സേനകളുടെ പരമോന്നത മേധാവി എന്നുള്ള ആശയം എടുത്തിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. സിവിൽ സർവീസിന്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ബ്രിട്ടനാണ്. സിവിൽ സർവീസ് അല്ലെ, സിവിൽ സർവീസിന്റെ ഘടനയ്ക്ക് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ബ്രിട്ടനെയാണ്. ഇനി സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? USA അല്ലെ. ഇംപീച്ച്മെന്റ് എന്നൊരു ആശയം അല്ലെ, അത് USAയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് USAയിൽ നിന്നാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് USA ആണ്. എനിക്ക് തോന്നുന്നു മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ടേംസ് കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സിസ്റ്റം എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന രാജ്യം USA ആണ്. USA. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ജുഡീഷ്യൽ റിവ്യൂ അല്ലെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് USAയോടാണ് അല്ലെ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം. അപ്പോൾ എന്തൊക്കെയാണ്? സുപ്രീം കോടതി അല്ലെ, സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രസിഡന്റ് എന്നുള്ള പേര് US-നെ അനുകരിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? നമ്മുടെ ലിഖിത ഭരണഘടന എന്ന ആശയം എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തുല്യ നിയമപരിരക്ഷ എന്ന ആശയം എടുത്തിട്ടുണ്ട് അല്ലെ. പിന്നെ സായുധ സേനകളുടെ അധിപനായിട്ട് പ്രസിഡന്റിനെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ആശയം അത് USAയിൽ നിന്നാണ്. അതുപോലെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടിക്രമങ്ങൾ അത് USAയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതേപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ, ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തിൽ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യയിലെ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്തെ അനുകരിച്ചിട്ടാണ്? USA. ഇതും ഒരു പുതുമയുള്ള ക്വസ്റ്റ്യനാണ്, ചോദിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ്, കഴിഞ്ഞ ഒരു പരീക്ഷയിൽ സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നും പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ സ്റ്റേറ്റ് എന്ന വാക്ക് വരുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 12 ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റേറ്റിന് നിർവചനം കൊടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളാണല്ലോ. അപ്പോൾ ആ മൗലികാവകാശങ്ങളിൽ നമ്മൾ ആ സ്റ്റേറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിലെ ഭരണഘടകങ്ങളൊക്കെയാണ്, ഗവൺമെന്റ് സംവിധാനത്തിലുള്ള ഭരണഘടകങ്ങളെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആശയം എടുത്തിട്ടുള്ളത് USAയിൽ നിന്നാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. നിയമത്താൽ സംസ്ഥാപിതമായ നടപടിക്രമം എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് USAയോടാണ്. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ അല്ലെ, അധോസഭ എന്ന് പറയുന്നത് ലോകസഭയാണ്. ഉപരിമണ്ഡലമായ രാജ്യസഭ അല്ലെ, രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് USAയോടാണ് അല്ലെ. അപ്പോൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് എന്താണ്? രാജ്യസഭയിൽ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്തിട്ടാണ് അവിടെ മെമ്പർമാർ വരുന്നത്. അപ്പോൾ ആ ഒരു ആശയം എടുത്തിട്ടുള്ളത് USAയിൽ നിന്നാണ്. ഇനി പാർലമെന്റ് ഉപരിസഭയിൽ അതായത് രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി സ്വീകരിച്ചിരിക്കുന്നത് USAയിൽ നിന്നാണ്. നമുക്കറിയാം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും ഉപരിസഭയിൽ, അതായത് രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുക. അതായത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണോ അദ്ദേഹം തന്നെയായിരിക്കും രാജ്യസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതിന് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു കാര്യം നിർവഹിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നവരാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അതായത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ എക്സ് ഒഫീഷ്യോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതാണ്. അതായത് ആരാണോ വൈസ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അവരായിരിക്കും രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് വരിക. അതാണ് എക്സ് ഒഫീഷ്യോ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ USAയിൽ നിന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ
നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ അനുകരിച്ചിരിക്കുന്നത് അയർലൻഡാണ് അല്ലെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അയർലൻഡ് അല്ലെ. നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്ര നയ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നുള്ള ആശയമാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ അല്ലെ. ഇനി രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിയായ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നതും USA നിന്നാണ് അല്ലെ. നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന രീതി USA നിന്നാണ്. അതേപോലെ രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാലും നീക്കം ചെയ്യുന്നത് USA അന്ന് നീക്കം ചെയ്യണമെന്നുള്ള ആശയം എടുത്തിരിക്കുന്നത് USA ആശയമാണ് അല്ലെ. ആ രാഷ്ട്രപതിയെ ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ് എന്നറിയപ്പെടുന്നത്. ആ ഇംപീച്ച്മെന്റ് എന്നുള്ള സിസ്റ്റം എടുത്തിരിക്കുന്ന USA നിന്നാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് അല്ലെ. പ്രസിഡന്റുമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ. എന്താണ് പ്രസിഡന്റിന് അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കുക. പ്രസിഡന്റിന് നാമമാത്രമായ അധികാരം എന്നുള്ള ആശയം എടുത്തിരിക്കുന്ന ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പ്രസിഡന്റ് എന്ന പേര് അല്ലെ, ആ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇപ്പൊ പറയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണെന്ന്. അപ്പൊ അയർലൻഡ് 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? ഒന്ന് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി അയർലൻഡിൽ നിന്നാണ്. പിന്നെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ്. ഈ 2 കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മുടെ 7ാം ക്ലാസ്സിലെയോ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ ഒരു പുസ്തകം ഭരണഘടനയുടെ നമ്മുടെ SCERT എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഈ പുസ്തകം വന്നതും പിന്നെ ഈ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ ആ SCERT ടെക്സ്റ്റിൽ അതിൽ ഭരണഘടന കറക്റ്റായിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അതേപടി നിങ്ങൾക്ക് ഞാനത് ഡീറ്റെയിൽ ചെയ്ത് തരുന്നുണ്ട്. അതിൽ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണാൻ ശ്രമിച്ചാൽ വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ഭരണഘടനയിലെ ആമുഖം നിങ്ങൾക്ക് പഠിക്കേണ്ടി വരില്ല. കാരണം അത്ര ക്ലിയർ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കാണുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ അതായത് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായിട്ടുള്ള നീതിയാണ് അല്ലെ. നീതി എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന്? അത് മുൻ സോവിയറ്റ് യൂണിയൻ അഥവാ ഇപ്പോൾ റഷ്യ എന്നറിയപ്പെടും അല്ലെ. മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ നീതി ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇതാണ് ഒരു വ്യത്യസ്തമായ ഒരു പോയിന്റ് കൂടിയാണിത് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ നീതി സാമൂഹികമായാലും സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും ഇത്തരത്തിലുള്ള നീതിയാണ് നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു ആശയം കടം കൊണ്ടിരിക്കുന്നത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അപ്പം നമ്മളിവിടെ ഇടുന്ന ഈ എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലൊക്കെ നടത്താറുണ്ട്. നിങ്ങളത് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പരീക്ഷയൊക്കെ നിങ്ങൾ റിവിഷൻ നടത്തി ഒരു റിവിഷൻ എന്നുള്ള നിലയ്ക്ക് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ റിസ്ക് എടുത്തിട്ടാണ് ഈ പരീക്ഷയ്ക്ക് മുമ്പ് ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇത്രയും റിസ്ക് എടുത്ത് തയ്യാറാക്കുന്ന നിങ്ങളിലേക്ക് എത്തുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് അതേപോലെ ആവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് സഹകരിക്കണം. മാക്സിമം ആൾക്കാരിലേക്ക് ഞാനെടുക്കുന്ന ഈ എഫർട്ട് എത്തിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോൾ അടുത്ത ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിപ്പബ്ലിക് എന്ന ആശയത്തിന് ഇന്ത്യക്ക് കടപ്പാട് ഫ്രാൻസിനോടാണ്. ഇത് ഏത് ഭരണഘടന അറിയാവുന്ന ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും പറഞ്ഞു തരും അല്ലേ. റിപ്പബ്ലിക് എന്ന ആശയം എടുത്തിട്ടുള്ളത് ഫ്രാൻസിനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് പഠിച്ചത്. ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോയിന്റ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റാങ്ക് ഫയലിൽ കൊടുത്തിട്ടുള്ള പോലെ അല്ല ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതിനകത്ത് ഇവർ ചില ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് ഇടക്കിടക്ക് ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇവർക്ക് നല്ല രീതിയിൽ കൊടുക്കാനായിരുന്നെങ്കിൽ ബ്രിട്ടൻ എന്ന് എഴുതിയിട്ട് ഓരോന്നോരോന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കാക്കരം ബീക്കറൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെനക്കേടാക്കാനാണ്. എന്തായാലും ഇതിൽ നിന്ന് ചോദ്യം വരുമെന്നുള്ളത്, ഇതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് വരുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും അതേ രീതിയിൽ തന്നെ പഠിക്കുക. നിങ്ങൾ പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്.